ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ്. ഫിസിക്സിൻ്റെ ഭാഗത്ത് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഊർജ ഉൽപ്പാദന കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പശ്ചിമ ബംഗാൾ ഊർജ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് പശ്ചിമ ബംഗാൾ ഊർജ വികസന കോർപ്പറേഷനെ തിരഞ്ഞെടുത്തത്. രാജ്യത്തെ ഏറ്റവും മികച്ച ഊർജ ഉൽപ്പാദന കോർപ്പറേഷനാണ് പശ്ചിമ ബംഗാൾ ഊർജ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്. കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് തിരഞ്ഞെടുത്തത്. 2023 ഇന്ത്യയുമായി ഊർജ വ്യാപാര കരാർ പ്രഖ്യാപിച്ച രാജ്യം നേപ്പാളാണ്. 2023 ഇന്ത്യയുമായി ഊർജ വ്യാപാര കരാർ പ്രഖ്യാപിച്ച രാജ്യം നേപ്പാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസറാണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസറാണ് ഇന്ദ്ര. പിസ്റ്റൺ എഞ്ചിൻ വിമാനങ്ങൾക്കും ആളില്ല ഏരിയൽ വാഹനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക വ്യോമയാന ഇന്ധനമാണ് AV ഗ്യാസ് 100LL. ഇത് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്ത ആദ്യ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ. പിസ്റ്റൺ എഞ്ചിൻ വിമാനങ്ങൾക്കും ആളില്ല ഏരിയൽ വാഹനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക വ്യോമയാന ഇന്ധനമാണ് AV ഗ്യാസ് 100LL എന്ന് പറയുന്നത്. AV ഗ്യാസ് 100LL തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന ആദ്യത്തെ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറാണ് ഇവ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറാണ് ഇവ. ഇത് നിർമ്മിച്ചത് പൂനെ ആസ്ഥാനമായിട്ടുള്ള EV സ്റ്റാർട്ടപ്പായ വെയ്വി മൊബിലിറ്റിയാണ്. വെയ്വി മൊബിലിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ടാണ് ബരാക്കുഡ. ബരാക്കുഡ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ടാണ് ബരാക്കുഡ. ഈ ബോട്ട് ഇനി സൗരശക്തി എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ടായിട്ടുള്ള ബരാക്കുഡയാണ് സൗരശക്തി എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്നത്. 2021 സ്കോട്ട്ലാൻഡിൽ ഗ്ലാസ്ഗോയിൽ നടന്ന ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ചേർന്ന് ഒപ്പിട്ട പദ്ധതിയാണ് ഓസോവോഗ്. ഓസോവോഗ് 2021 സ്കോട്ട്ലാൻഡിൽ ഗ്ലാസ്ഗോയിൽ നടന്ന ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ചേർന്ന് ഒപ്പിട്ട പദ്ധതിയാണ് ഓസോവോഗ്. ഇതിൻ്റെ പൂർണ്ണരൂപം വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നാണ്. വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നാണ്. സോളാർ വൈദ്യുതി അടക്കമുള്ള പുനരുപയോഗ ഊർജം വിവിധ രാജ്യങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കാനുള്ള പദ്ധതിയാണ് ഓസോവോഗ്. ഓസോവോഗ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ലോകം ഒരു ഗ്രിഡ് പദ്ധതി ഒപ്പിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും സൗദി അറേബ്യയും. ഒരു ലോകം ഒരു ഗ്രിഡ് പദ്ധതി ഒപ്പിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, സൗദി അറേബ്യ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമമാണ് ഗുജറാത്തിലെ മൊധേര. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമമാണ് ഗുജറാത്തിലെ മൊധേര. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് ഗോരഖ്പൂരിലാണ്. ഹരിയാനയിലെ ഗോരഖ്പൂരിലാണ് ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം പദ്ധതി നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഹരിത ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ ജാംനഗറിലാണ്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനം ആരംഭിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പാണ്. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് പൂനെയിലാണ്.
ഇന്ത്യയിൽ ആദ്യമായി ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നത് കേരളത്തിലാണ്. 2041 നെറ്റ് സീറോ കാർബൺ എമിഷൻ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ ലക്ഷ്യം വയ്ക്കുന്ന പ്രദേശങ്ങളാണ് മധുരയും വൃന്ദാവനം. 2041 നെറ്റ് സീറോ കാർബൺ എമിഷൻ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ ലക്ഷ്യം വയ്ക്കുന്ന പ്രദേശങ്ങളാണ് മധുര, വൃന്ദാവൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരം ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന നഗരം ഡൽഹിയാണ്. 2023 സെപ്റ്റംബറിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 700 മെഗാവാട്ട് ആണവ നിലയമാണ് ഗുജറാത്തിലെ കാക്രപ്പാറ ആണവ നിലയം. 2023 സെപ്റ്റംബറിൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള 700 മെഗാവാട്ട് ആണവ നിലയമാണ് ഗുജറാത്തിലെ കാക്രപ്പാറ ആണവ നിലയം. സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുള്ള സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് സൈലന്റ് വാലിയിലെ ആദിവാസി ഊരായിട്ടുള്ള താഴെത്തുടുക്കിയിലാണ്. താഴെത്തുടുക്കി സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് സൈലന്റ് വാലിയിലെ ആദിവാസി ഊരായിട്ടുള്ള താഴെത്തുടുക്കിയിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് കേരളത്തിലുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് കേരളത്തിലെ കണ്ണൂരുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ലക്ഷ്മി ജലവൈദ്യുത പദ്ധതി. 240 മെഗാവാട്ടാണ് ഇവിടെ ഉൽപ്പാദനം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആലുവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ആലുവയാണ്. സംസ്ഥാനത്തെ ആദ്യ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ ആണവ നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണ്. ഇവിടെ വൈദ്യുത ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് തോറിയമാണ് ഉപയോഗിക്കുക. ദേശീയ ഹരിത ഹൈഡ്രജൻ യജ്ഞത്തിൻ്റെ ഭാഗമായി രാജ്യം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യം വയ്ക്കുന്ന കാലയളവ് 2030 ദേശീയ ഹരിത ഹൈഡ്രജൻ യജ്ഞത്തിൻ്റെ ഭാഗമായി രാജ്യം ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത് 2030 കൂടിയാണ്. കേരളത്തിൽ ഗ്രാഫീൻ ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ച വ്യവസായ ഗ്രൂപ്പ് കാർബോറാണ്ടം യൂണിവേഴ്സലാണ്. കൊച്ചിയിലെ കാർബോറാണ്ടം യൂണിവേഴ്സലാണ് കേരളത്തിൽ ഗ്രാഫീൻ ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ച വ്യവസായ ഗ്രൂപ്പ്. കാർബോറാണ്ടം ഗ്രൂപ്പിൻ്റെ ഗ്രാഫീൻ ഉൽപ്പാദന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഗ്രാഫീനോ എന്നാണ്. ഗ്രാഫീനോ. കാർബോറാണ്ടം ഗ്രൂപ്പിൻ്റെ ഗ്രാഫീൻ ഉൽപ്പാദന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഗ്രാഫീനോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ടു ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് പൂനെയിലാണ്. എന്നാൽ കേരളത്തിൽ കോഴിക്കോട് സ്ഥാപിതമാകുന്ന വേസ്റ്റ് ടു എനർജി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ്. കോഴിക്കോട് സ്ഥാപിതമാകുന്ന വേസ്റ്റ് ടു എനർജി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ്. ഗ്രാഫീൻ, നാനോ എന്നിവ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള വ്യാവസായിക യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് ഒറ്റപ്പാലത്താണ്. ഗ്രാഫീൻ, നാനോ എന്നിവ അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള വ്യാവസായിക യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന മെറ്റീരിയൽ ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് ഒറ്റപ്പാലത്താണ്. നാളെയുടെ പദാർത്ഥം എന്നറിയപ്പെടുന്നതാണ് ഗ്രാഫീൻ. ഗ്രാഫീനാണ് നാളെയുടെ പദാർത്ഥം എന്ന് അറിയപ്പെടുന്നത്. ഒറ്റപ്പാലത്ത് വരുന്ന മെറ്റീരിയൽ ടെക്നോളജി പാർക്കിനെ ഇന്ത്യ 2D മെറ്റീരിയൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ 2D മെറ്റീരിയൽ പാർക്ക്. ഈ ഗവേഷണ കേന്ദ്രത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരളത്തിലെ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാണ് കൊച്ചി. ലോകത്തിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന വിമാനത്താവളം നിലവിൽ വരുന്നത് കേരളത്തിലെ കൊച്ചിയിലാണ്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിമാനത്താവളത്തിൽ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് ആരംഭിക്കുന്നത്. ഈ കരാർ അനുസരിച്ച് 50 മെഗാവാട്ടാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സിയാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷനുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചിട്ടുള്ളത്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളവും സിയാലാണ്.
ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്